ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഈ ADGP അജിത് കുമാർ കേസിൽ ഇതിൽ അട്ടിമറ നടത്തിയെന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ DGP ADGPയെ വിളിച്ചിരിക്കുകയാണ് ഇതിനെപ്പറ്റി ചോദിക്കാനും ഇതിന്റെ വിശദീകരണം തേടാനും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ADGP കുടുങ്ങുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലേ? അതെ, ADGP കുരുക്കിലേക്ക് പോകുന്നത് മാത്രമല്ല, ഈ ഈ ഒരു ഉടനെ ലഭിക്കാൻ പോകുന്ന ആ ഒരു DGP ആയിട്ടുള്ള ആ സ്ഥാനക്കയറ്റം ലഭിക്കില്ല എന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് ആ ഒരു നവകേരള രക്ഷയാത്രക്കിടെ അല്ലെങ്കിൽ കരിങ്കോടി കാണിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി ഒരു രഹസ്യ അനുമതി നൽകിയത്. അതുമാത്രമല്ല, ഈ ഒരു കേസ് ഡയറിയിലെ അന്വേഷണ സംഘത്തിന്റെ ആ ഒരു കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും അതിൽ ഇടപെടാനും ഡയറക്റ്റ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഓഫീസിലുള്ള 2 ഗ്രേഡ് SIമാരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി. അതായത് ഇനി ഈ ഒരു കാര്യത്തിൽ വഴങ്ങിയില്ലെങ്കിൽ സർവീസിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി കേസ് ഡയറിയിൽ തിരുത്തലുകളും അല്ലെങ്കിൽ മാറ്റ് പ്രാക്ടീസും വരുത്തി. ഇതുപോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് അജിത് കുമാർ ഈ ഒരു കാര്യത്തിൽ മാത്രം ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കുറച്ച് കേസുകൾ മറ്റു പലതുമുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം നോക്കാം. അപ്പോൾ DGP ഇന്ന് അജിത് കുമാറിനെ വിളിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. കാരണം ഈ ഒരു കാര്യത്തിലുള്ള മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കാര്യത്തിലെല്ലാം വിശദീകരണം തേടാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പെല്ലാം ഒരു അതൃപ്തി ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കാവട്ടെ അല്ലെങ്കിൽ ഈ ഒരു കേസിലെ പരാതിക്കാരായ ജുവലും അല്ലെങ്കിൽ AD തോമസ് ഇപ്പോൾ നിലവിലെ MLAയുമായ AD തോമസിനടക്കം അതൃപ്തി ഉണ്ടായിരുന്നു ഈ ഒരു നടപടി വൈകുന്നതിലും അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഒരു പുരോഗതിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള നടപടികൾക്കും. അപ്പോൾ അതിനെല്ലാം ഒരു അന്ത്യമായിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു അന്തിമ റിപ്പോർട്ടാണ് DGPയുടെ ടേബിളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ളത് ഒരു ദിവസം ഇതുപോലെ കിട്ടിയ റിപ്പോർട്ട് DGP മടക്കിയിരുന്നു. കാരണം ഇതിലൊരു അന്വേഷണത്തിൽ ചെറിയൊരു വ്യക്തത വരുത്താനുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ADGP ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അത് വയനാട് ആയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതിനെക്കുറിച്ച് കൂടുതൽ പ്രൂഫും തെളിവുകളും വേണമെന്ന രീതിയിൽ റിപ്പോർട്ട് മടക്കിയിരുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് എല്ലാം തിരുത്തിയതിന് ശേഷമാണ് DGPക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷമാണ് അജിത് കുമാറിനെ DGP വിളിപ്പിച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, DGP നേരത്തെ SIT സമർപ്പിച്ച റിപ്പോർട്ട് തിരികെ പറഞ്ഞയച്ചു, പിന്നെയും തിരുത്തിക്കൊണ്ടുവരാൻ. ഇപ്പോൾ SIT കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ADGPക്കായിട്ടുള്ള കൃത്യമായ തെളിവുകൾ നൽകിയിട്ടായിരിക്കും SITക്ക് നൽകിയത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അജിത് കുമാറിനെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നതും അതിനെപ്പറ്റി. അപ്പോൾ ആ ഒരു കുഴുക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടാനുള്ള ഒരു പഴു തടഞ്ഞു എന്നൊരു കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് ഇപ്പം ADGPയും DGPയും കൂടെ നേരിട്ട് കാണാൻ പോകുന്നതനുസരിച്ച്. അപ്പം ഈ ADGP എന്നുള്ളൊരു സ്ഥാനവും പോവും, പിന്നെ താഴെയുള്ളവർ കൂടുതൽ തെളിവ് ഇപ്പം നമുക്കറിയാം ADGP എന്നുള്ളൊരു സ്ഥാനം ഇരിക്കുന്നത് കൊണ്ടായിരിക്കും താഴെയുള്ള പോലീസുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഭയമുള്ളത്. 2 ഗ്രേഡ് SIമാർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് ADGPക്കെതിരെ. ഇനിയും ഇതുപോലുള്ള താഴെത്തട്ടിലുള്ള പോലീസുകാർ കൃത്യമായിട്ട് ADGP ചെയ്ത കാര്യങ്ങളൊക്കെ ഭയമില്ലാതെ തെളിവ് സഹിതം പുറത്തോട്ട് കൊണ്ടുവന്നാൽ ADGP എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോലീസ് കരിയറേ ഇല്ലാണ്ടാവും. അങ്ങനെ കരിയർ ഇല്ലാതാവും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ ആക്ഷൻ എടുക്കുന്നതിനും പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു IPS ഉദ്യോഗസ്ഥന്റെ മേലുള്ള നടപടി കഴിവതും സസ്പെൻഷനോ അല്ലെങ്കിൽ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ സാധിക്കും. അല്ലാതെ ഈ ഡിസ്മിസൽ പോലുള്ള നടപടിയിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ നേതൃത്വത്തിലുള്ള അവിടെ നിന്ന് കഴിയും. ഇപ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ഇപ്പോൾ നിലവിൽ ബെവ്കോ CMD ആണ്. അപ്പൊ ആ ഒരു ചുമതലയിൽ നിന്ന് മാറ്റി അതിലും പ്രാധാന്യം കുറഞ്ഞ മറ്റൊരു വകുപ്പിലേക്ക്, ഒരു MD സ്ഥാനത്തേക്ക് തന്നെ ഇദ്ദേഹത്തെ മാറ്റാൻ കഴിയും. കഴിവത് ഈ പോലീസ് സേനയിലേക്ക് കൊണ്ടുവരാതെ മാക്സിമം ഒഴിവാക്കി നിർത്താൻ സാധിക്കും. അത് മാത്രം. അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പ്രതിയാണ് എന്ന് കണ്ടാൽ ഒരുപക്ഷെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. എന്നാലും അതൊരു മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണെന്നുള്ള ഒരു പ്രിവിലേജും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്. ഇനി ഇതിന്മേൽ, അതായത് ഈ ഒരു കേസ് ഹിയറിംഗ് നടക്കുകയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതിന്റെ മേൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം
വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും മേൽക്കോടതിയിലേക്ക് ഹർജി പോവുകയും ഈ ഒരു വിചാരണ തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. എങ്കിലും അദ്ദേഹത്തിന് ലഭിച്ചേക്കാവുന്ന ആ ഒരു DGP പദവി ഉണ്ടല്ലോ, അത് ഏറെക്കുറെ എന്താ പറയാ, ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു 50-50 ചാൻസ് ആണ്. ലഭിക്കാം അല്ലെങ്കിൽ ലഭിക്കാതിരിക്കാം. ഇപ്പൊ മേളിൽ നിന്നൊരു പ്രഷർ വന്നാൽ അത് അംഗീകരിച്ച അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ അംഗീകരിച്ചേ മതിയാവും. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാനാവില്ല. കാരണം അത്രത്തോളം ഉണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹോൾഡ് എന്ന് പറയാൻ. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായേക്കാവുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ, എന്നാൽ നമുക്ക് വിചാരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹോൾഡാണ് ഈ അജിത് കുമാറിനുള്ളത് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയാണ്. എന്തൊക്കെയായാലും ഈ ഒരു കേസ് ഡയറി, അതായത് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് അയക്കുകയാണ്. ഇനി ഒരു വിശകലനത്തിന് ശേഷം ഒരു ഹിയറിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ വിശദീകരണം തേടൽ പോലെയുള്ള നടപടികളിലേക്ക് കടക്കുകയും പതുക്കെ ഈ ഒരു അജിത് കുമാറിനെതിരെയുള്ള വകുപ്പ് തല നടപടിയിലേക്കും പോകാൻ ഇനി അധിക സമയമില്ല, അല്ലെങ്കിൽ അധികം താമസമില്ല. ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഇത്രയും വലിയൊരു തിരിമറി നടത്തിയിരിക്കുന്ന ഒരു കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കാവോ അത്രമാത്രം അട്ടിമറിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അജിത് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പം ഇപ്പൊ പറഞ്ഞല്ലോ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എത്രമാത്രം പഠിച്ച് എത്രമാത്രം ഇതാക്കിയായിരിക്കും ഈ IPS എന്നൊരു ഒരു പദവി നേടിയതെന്ന്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥരെ ഇത്രമാത്രം കമ്പല് ചെയ്ത്, അതായത് താൻ തിരുത്തിയത് പോരാ താഴെയുള്ള ഉദ്യോഗസ്ഥരെയും പ്രഷർ ചെയ്ത്, ഒരു ഉദ്യോഗസ്ഥൻ തല ഇറങ്ങി അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം വന്നെന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രഷർ ആയിരിക്കും അദ്ദേഹം അവർക്ക് നൽകിയതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. അപ്പം അത്രയൊക്കെ ചെയ്ത ഒരു വ്യക്തി, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള പദവിയിൽ ഇരിക്കാൻ തന്നെ ഒരു യോഗ്യത ഇല്ലാന്ന് തന്നെ പറയാം. ഇപ്പോൾ ബ്യൂറോക്രാറ്റുകൾ ഭരിക്കുന്ന പാർട്ടികളുടെ ചട്ടുകങ്ങൾ അല്ലെങ്കിൽ പെറ്റുകളാവുക എന്നുള്ളത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. ഇത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പല ഉദ്യോഗസ്ഥരെയും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകങ്ങളാക്കി പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കേസല്ല, ഇതിന് പിന്നിൽ ഒരുപാട് കേസുകളുണ്ട്. ഈ ഇപ്പോൾ അജിത് കുമാറിനെതിരെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സോളോ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പോലും ഒരു നീണ്ട നിര തന്നെ കാണും ആരോപണം, അല്ലെങ്കിൽ പലവിധ അട്ടിമറികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പല കുറ്റകൃത്യങ്ങളുടെ പല കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അന്വേഷണം എന്തായാലും നടക്കട്ടെ. ഇനിയിപ്പോ സ്ക്രീനിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനുണ്ട്. ഇനി ഈ DGPയുടെ ഈ ഒരു ഫൈനൽ റിപ്പോർട്ട് എല്ലാത്തിനും ശേഷമായിരിക്കും ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിലേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ടേബിളിലേക്കും റിപ്പോർട്ടുകൾ എത്തുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ നടക്കുന്നത്. തുടർന്ന് കോടതിയിലേക്ക് ആ ഒരു കേസ് എത്തുന്നു. കോടതിയിൽ നിന്നും ന്യായമായ അല്ലെങ്കിൽ നീതിപൂർവമായ വിധി ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതുപോലുള്ള അജിത് കുമാർമാരെ പോലെയുള്ള മറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥർ വെളിയിൽ വരും. അവർക്ക് ഇതുപോലുള്ള ജനങ്ങൾക്കെതിരെ അനീതി ചെയ്യാനുള്ള ആ ഒരു പ്രവണത അതില്ലാതാവുകയും ചെയ്യും.